നരേന്ദ്രമോദി ഡൽഹിയുടെ ഹൃദയത്തിലുണ്ട് എന്നാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി പറയുന്നത്. പിന്നാലെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം അവിടുത്തെ സൽഭരണം, അതായത് നല്ല ഭരണത്തിന് ജനങ്ങൾ നല്ല മറുപടി നൽകി എന്ന നിലയ്ക്കുള്ള പ്രതികരണം വരുന്നു. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ ഈ ദിവസം കേൾക്കാം. അത് പാർട്ടി ആസ്ഥാനത്താണ്. എത്രത്തോളം ആഹ്ലാദമുണ്ട് BJP പ്രവർത്തകരെ സംബന്ധിച്ചോളം ഈ ഇരട്ടി മധുരത്തിന്? ബ്രിജേഷ്, ആര്യ, ഡൽഹി ഇന്നേ വരെ സാക്ഷ്യം വഹിക്കാത്ത രീതിയിൽ കാടിളക്കിയുള്ള ഒരു ആഘോഷമാണ് ഇവിടെ BJPയുടെ സംസ്ഥാന ആസ്ഥാനത്തിന് മുന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നോക്കൂ, നാസിക് ഡോളുകളുടെയും ചെണ്ടമേളം എന്ന് പറയുമ്പോൾ ഇവരുടെ നാസിക് ഡോൾ പോലെയുള്ള അത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ കൊണ്ട് വലിയ ശബ്ദമുണ്ടാക്കുന്നു. മാത്രമല്ല നരേന്ദ്രമോദിക്കൊപ്പം പർവേഷ് ശർമ്മയുടെ കട്ടൗട്ടുകളും BJP സംസ്ഥാന ആസ്ഥാനത്തിന് മുന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാകുമോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതിൽ തീരുമാനമെടുക്കേണ്ടത് അമിത്ഷായും നരേന്ദ്രമോദിയും തന്നെയാണ്. നരേന്ദ്രമോദിയുടെ ആദ്യ പ്രതികരണം അത് ട്വീറ്റിന്റെ രൂപത്തിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി 7:30 കഴിഞ്ഞ് അദ്ദേഹം DDU മാർഗിലുള്ള ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലുള്ള BJPയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് വരും. അവിടെ പതിവാണ് ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രിയുടെ ഒരു അഭിസംബോധന രാജ്യത്തെ ആളുകളെ നോക്കി, അതുപോലെ BJPയുടെ പ്രവർത്തകരെ നോക്കിയുമെല്ലാം. ഇന്ന് വരെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിജയങ്ങളിൽ BJPക്ക് ഡൽഹി ആസ്ഥാനത്ത് ചില ആഘോഷം നടത്താൻ സാധിച്ചിട്ടുള്ളൂവെങ്കിൽ ഇന്ന് ഡൽഹിയിലെ തന്റെ വിജയത്തിന് നരേന്ദ്രമോദിക്ക് നെഞ്ചുവിരിച്ചുവെന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഡൽഹി നിവാസികൾ തുറന്നു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രചാരണം ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുള്ള അഴിമതികൾ, വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച ചില കപട നാടകങ്ങൾ, ഇതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് BJP മുന്നോട്ട് വെച്ച നയങ്ങൾ, അവരുടെ പ്രചാരണങ്ങൾ കൃത്യമായി കുറുക്കിക്കൊണ്ടു ലക്ഷ്യം കണ്ടു. അതിൻ്റെ കൂടി ഫലമാണ് ഇന്ന് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത്. നോക്കൂ, പ്രവർത്തകരാകെ ഇവിടേക്ക് പന്ത്മാർഗിലെ സംസ്ഥാന ഓഫീസിലേക്ക് ഇളകി വന്നിട്ടുണ്ട്. നേരത്തെ ആഘോഷിക്കാൻ വരട്ടെ, കുറച്ചുകൂടി കണക്കുകൾ അത് കൃത്യമാകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു കാത്തിരിപ്പുമില്ല. എല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ്, ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. BJP ഡൽഹി നേടിയ ആ ഒരു അവസരം എത്തരത്തിൽ ആഘോഷിക്കാൻ സാധിക്കുമോ? നരേന്ദ്രമോദിയുടെ കട്ടൗട്ടുകളുണ്ട്, പർവേസ് സിംഗ് ശർമ്മയുടെ കട്ടൗട്ടുകളുണ്ട്, ഒപ്പം തന്നെ അമിത്ഷാ, ഡൽഹി BJP അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ദേവിനെ അടക്കം കട്ടൗട്ടുകളുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എങ്കിൽ പോലും ഈ പ്രകടനത്തിൽ ദില്ലി ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കാരണം അവർക്ക് അങ്ങനെ ആഘോഷിക്കേണ്ട നിമിഷം തന്നെയാണ് വഴി വന്നിരിക്കുന്നത്. 27 വർഷമാണ് അവർ കാത്തിരുന്നത് BJP. എന്നാലും ഇപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടത് ആരായിരിക്കും ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്നുള്ളത്. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും സ്വാഭാവികമായും പർവേഷ് സാഹിബ് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് സാഹിബ് കേൾക്കുന്നുണ്ട്. വിജേന്ദർ ഗുപ്തയുടെ പേര് കേൾക്കുന്നുണ്ട്. മജീന്ദർ സിംഗ് സിർസയുടെ പേര് കേൾക്കുന്നുണ്ട്. ദുഷ്യന്ത് ഗൗതമിന്റെ പേര് കേൾക്കുന്നുണ്ട്. ഹരീഷ് ഖുറാനയുടെ പേരുകൾ കേൾക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള സസ്പെൻസ് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സസ്പെൻസ് നമുക്ക് ഇനി അതിന് എത്രത്തോളം സമയമുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.